ബിഗ് ബോസിന്റെ ഈ ആഴ്ചയിലെ ബോട്ടിൽ ടാസ്കിലെ മൂന്നാമത്തെ ടാസ്ക് റദ്ദ് ചെയ്തു. കാരണം ആർക്കും കോയിൻ ലഭിച്ചിട്ടില്ല. എന്റെ പൊന്നമ്മോ, എന്നാ ബഹളവാ! ബിഗ് ബോസിനെ പോലും അനുസരിക്കാത്ത കുറെ എണ്ണം. എന്തോരം തവണയെന്നറിയാം ബിഗ് ബോസ് കിടന്ന് അടങ്ങിയിരി അടങ്ങിയിരി, ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞിട്ട് പോലും അതിനിടയിലൂടെ സംസാരിക്കുന്നു. ബിഗ് ബോസ് എന്തൊക്കെ പറയുന്ന ഒന്നും അനുസരിക്കത്തില്ല. എന്തായാലും ടാസ്ക് മൊത്തത്തിൽ കുളവായിട്ടുണ്ട്. ടാസ്കിന് അടുത്ത ഘട്ടത്തിലോട്ട് പോകാനായിട്ടുള്ള അവസരമേ ഇവിടെ കിട്ടുന്നില്ല. മൊത്തത്തിൽ കുളവായിട്ടുണ്ട്. എന്നാലും പിന്നെ ബിഗ് ബോസിനകത്തൊരു അനക്കമൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേത് വെളിച്ചം പാത്തി ഫേവറിസം ഒന്നും കാണിക്കാതെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ബിഗ് ബോസിനകത്ത് ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളത് ആകെ ഇപ്പൊ ഈ ടാസ്ക് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ ടാസ്ക് മൊത്തത്തിൽ കുളവാണ്. ടാസ്ക് മുന്നോട്ട് കടന്നു പോകാനായിട്ട് ഇവിടെ സമ്മതിക്കുന്ന കൂടെയില്ല. അതിന് മെയിനായിട്ടും കാരണക്കാരി അനുമോള് തന്നെയാണ്. പിന്നെ ഇന്ന് തന്നെ ടാസ്കിനകത്ത് നമ്മുടെ അനീഷേട്ടന് കൊണ്ടുവന്ന നാരങ്ങയുടെ ജ്യൂസിനകത്ത് മുടി കിടന്നെന്ന് പറഞ്ഞ് അനീഷേട്ടനെ ബോട്ടിലുകളെല്ലാം നിരസിച്ച്, അതിന്റെ പേരിൽ അനീഷേട്ടൻ എന്നാ ചെയ്യുന്നു, ബോട്ടിലുകളെല്ലാം പറക്കി എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആകെ അന്ന് ഓറഞ്ച് കമ്പനിയുടെയും ജ്യൂസ് അംഗീകരിക്കുന്നില്ല, നാരങ്ങയുടെയും അംഗീകരിക്കുന്നില്ല. ആകെ പുതുതായിട്ട് തുടങ്ങിയ മാങ്ങ ജ്യൂസ് കമ്പനി നടത്തുന്ന നമ്മുടെ ആര്യനാണ്. അവരുടെ 2 ബോട്ടിൽ മാത്രം അംഗീകരിക്കുന്നു. പക്ഷെ ആ 2 ബോട്ടിലും ബിഗ് ബോസിനെ ഏൽപ്പിക്കണമായിരുന്നു. അംഗീകരിച്ച 2 ബോട്ടിൽ ബിഗ് ബോസിനെ ഏൽപ്പിക്കണമായിരുന്നു. പക്ഷെ ഏൽപ്പിക്കാനായിട്ട് അവരുടെ കയ്യിലില്ല. കാരണം അതിനു മുമ്പേ തന്നെ അവിടെ ഉള്ളവർ അതെടുത്ത് ടേസ്റ്റ് ചെയ്ത് കുടിച്ചു നോക്കിയും ബോട്ടിലെടുത്ത് എറിയൊക്കെ ചെയ്ത് മൊത്തത്തിൽ കുളമായിപ്പോയി. അങ്ങനെ ആ മൂന്നാമത്തെ ബോട്ടിൽ ടാസ്കും റദ്ദ് ചെയ്തിരിക്കുകയാണ്. കോയിൻ ആർക്കും കിട്ടുന്ന അവസ്ഥയിലല്ല ഇപ്പൊ എത്തിയിരിക്കുന്നത്. അനുമോൾ ഇത് നല്ലതുപോലെ ഇവിടെ കളിക്കുന്നുണ്ട്. കോയിൻ ആർക്കും കിട്ടാതിരിക്കാനുള്ള ശ്രമം നല്ലതുപോലെ അനുമോൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞുള്ള ടാസ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിലേക്ക് കടന്നു പോകാനായിട്ട് ഈ വീട്ടിലുള്ള ആരും അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഈ രണ്ടാമത്തെ ഘട്ടം ഉണ്ടല്ലോ, അതിൽ തന്നെ നിൽക്കുകയാണ്. ഇനി കോയിൻ കിട്ടിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന ബഹളങ്ങളാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഫേവറിറ്റീസും ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ഇപ്പൊ ഈ ടാസ്ക് ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമാണ്. നാളെയും കൂടെ ആകുമ്പോൾ ടാസ്ക് തീരുകയാണ്. ഇതിനിടയ്ക്ക് വല്ലതും സംഭവിച്ചാൽ കണ്ടറിയാം.